ഫൈനൽ വിസിൽ മുഴങ്ങുന്നു. റഫറി വെങ്കടേഷിന്റെ ഫൈനൽ വിസിൽ. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കാലിക്കറ്റിന്റെ വിജയപുത്തിരികൾ. സൂപ്പർ ലീഗ് കേരളയിലെ ക്ലാസിക് പോരിൽ മലപ്പുറത്തെ മലർത്തിയടിച്ച കാലിക്കറ്റിന്റെ തേരോട്ടം. തിങ്ങി നിറഞ്ഞ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ കാണികൾക്ക് ആവേശ പോരാട്ടമായി മത്സരം. സെമി ഉറപ്പിക്കാൻ കാലിക്കറ്റും സെമി സാധ്യത നിലനിർത്താൻ മലപ്പുറം കിണഞ്ഞു ശ്രമിച്ചപ്പോൾ കണ്ടത് ഈ സീസണിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്ന്. മത്സരം തുടങ്ങിയത് മുതൽ ആക്രമിച്ച് കളിച്ച കാലിക്കറ്റിനെ മുന്നിലെത്തിച്ചത് അർജന്റീനക്കാരൻ ജൊനാഥൻ പെരേരയുടെ ഒന്നാം തരം ലോങ് റേഞ്ചർ. തിരിച്ചടിക്കാൻ ശ്രമിച്ച മലപ്പുറത്തെ കാലിക്കറ്റിന്റെ പ്രതിരോധ നിര വരിഞ്ഞുകെട്ടി. ഗനി അഹമ്മദിനകത്തിന് ചുവപ്പ് കാർഡ് കണ്ടതോടെ മലപ്പുറം 10 പേരായി ചുരുങ്ങി. എന്നാൽ 80-ാം മിനിറ്റിൽ ലഭിച്ച ഫ്രീ കിക്ക് വലയിലെത്തിച്ച് മലപ്പുറത്തിന്റെ നായകൻ എയ്ത്തോർ ആൽഡലിർ മലപ്പുറത്തിന് ആവേശകരമായ സമനില സമ്മാനിച്ചു. സമനിലയിലേക്കെന്ന് തോന്നിച്ച മത്സരത്തിൽ കളി അവസാനിക്കാൻ 2 മിനിറ്റ് ശേഷിക്കെ കാലിക്കറ്റിനെ മുന്നിലെത്തിച്ച മുഹമ്മദ് അജ്സൽ ലീഗിൽ 6 ഗോളുമായി ടോപ്പ് സ്കോറർ സ്ഥാനത്തുമെത്തി. അജ്സൽ ഇഞ്ചുറി സമയത്ത് ഫെഡറിക്കോ ബുവാസോ നേടിയ ഗോൾ കാലിക്കറ്റിന്റെ വിജയം ആധികാരികമാക്കി. 34,000-ന് മുകളിൽ കാണികളാണ് ഇന്നലത്തെ മത്സരം കാണാൻ കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെത്തിയത്. ISL മത്സരങ്ങളുടെ ശരാശരി മറികടക്കുന്ന ആരാധകരുടെ എണ്ണം സൂപ്പർ ലീഗിന്റെ ജനപ്രീതി വർദ്ധിച്ചതിന്റെ തെളിവാണ്. 8 റൗണ്ട് മത്സരം പൂർത്തിയായപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് 17 പോയിന്റുമായി സെമിയിലെത്തുന്ന ആദ്യ ടീമായി. 10 പോയിന്റുള്ള മലപ്പുറം 4ാം സ്ഥാനത്തും. മലപ്പുറത്തിനും കണ്ണൂരിനും 10 പോയിന്റും തിരുവനന്തപുരത്തിന് 11 പോയിന്റുമാണുള്ളത്. ഇതോടെ വരും മത്സരങ്ങൾ ടീമുകൾക്ക് നിർണായകമാകും. ന്യൂസ് മലയാളം, കോഴിക്കോട്.